അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നത് നേരാണ്. പക്ഷേ അത് 2012 എന്ന് മാത്രം. ഇറാനുമായിട്ടുള്ള ഓയിൽ പർച്ചേസ് 11% കുറയ്ക്കാമെന്ന് ഉറപ്പ് അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിന്റന് മൻമോഹൻ സിംഗ് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പെട്രോളിയം മന്ത്രി RPN സിംഗ് രാജ്യസഭയിൽ നൽകിയ ഉത്തരമനുസരിച്ച് ഇറാനിൽ നിന്നുള്ള പെട്രോളിയം ഇറക്കുമതി 11% കുറയ്ക്കും എന്നാണ് അമേരിക്കയ്ക്ക് നൽകിയ ഉറപ്പ്. ഇത് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കുറച്ചേ മതിയാകൂ എന്ന് പറഞ്ഞത്. മാത്രമല്ല, അതിന് ഇന്ത്യയെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്ക ഒരു പ്രത്യേക പ്രതിനിധിയെ ഇന്ത്യയിലേക്ക് അയക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ത്യയിലെ പ്രമുഖരുമായി ഇറാനിൽ ഓയിൽ കട്ട് ചെയ്യാൻ ചർച്ച നടത്തിയ അമേരിക്കൻ പ്രതിനിധിയാണ് കാർലോസ് പാസ്കൽ. ചർച്ചയൊക്കെ കഴിഞ്ഞ് ഇത് സ്ഥിരീകരിച്ചതും ഹിലറി ക്ലിന്റൺ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെന്ന് മാത്രമല്ല, ഇന്ത്യ എങ്ങനെ ഇറാനുമായി ഓയിൽ പർച്ചേസ് കുറയ്ക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ അമേരിക്ക ഒരു പ്രതിനിധിയെ അയക്കുകയും കൂടി ചെയ്തു. ഇത് മിണ്ടാതെ പൂഴ്ത്തിവെച്ചിട്ടാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ നിൽക്കുന്ന മോദി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ പർച്ചേസ് വർദ്ധിപ്പിക്കുന്നത് തന്നെ 2022 മോദിയുടെ 2ാം ടൈമിൽ. അതുവരെ ഭരിക്കുന്നവർക്ക് റഷ്യ സുഹൃത്താണെന്ന കാര്യം അറിയില്ലായിരിക്കും. ഇന്ത്യ ഇറാനിയൻ ഓയിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇറക്കുമതി വെട്ടിച്ചുരുക്കിയപ്പോൾ, അമേരിക്കയുടെ പാവയായി പ്രവർത്തിച്ചപ്പോൾ ആർക്കും ഒരു പരാതിയുമില്ലായിരുന്നു. കാരണം മൻമോഹൻ സിംഗ് തന്നെ ഒരു വിദേശത്ത് ജനിച്ച വനിതയുടെ പാവയായിരുന്നു.